ഇസ്ലാമിലെ ആരാധന എന്ന ആശയം വളരെ വിശാലവും സമഗ്രവുമാണ്. മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്, മറിച്ച് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഈ ആശയത്തെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ താഴെ നൽകുന്നു. ഇസ്ലാമിലെ സമഗ്രമായ ആരാധനയുടെ ആശയം. ആരാധന ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇസ്ലാമിലെ ആരാധന. മറിച്ച് അല്ലാഹുവിനോട് അടുക്കാൻ ഉദ്ദേശിച്ച് ഒരു മുസ്ലിം ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്യുക, ഇടപാടുകളിൽ സത്യസന്ധത പാലിക്കുക, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക, കുടുംബത്തെ പരിപാലിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യമിട്ട് ചെയ്താൽ ആരാധനയായി കണക്കാക്കാം. ആരാധന ഒരു ജീവിത രീതിയാണ്. ആരാധനയെക്കുറിച്ചുള്ള ഈ സമഗ്രമായ കാഴ്ചപ്പാട് ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ പൂർണ്ണമായും ആരാധനയാക്കി മാറ്റുന്നു. ഇത് അവനെ സമൂഹത്തിൽ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയുമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. ആരാധനയിലെ നിയ്യത്ത് അഥവാ ഉദ്ദേശത്തിന്റെ പ്രാധാന്യം. അല്ലാഹുവിങ്കൽ ആരാധന സ്വീകരിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനം ഉദ്ദേശമാണ്. ഒരു മുസ്ലിം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും പ്രവർത്തനങ്ങൾ ഉദ്ദേശമനുസരിച്ചാണ്, ഓരോരുത്തർക്കും അവൻ ഉദ്ദേശിച്ചതനുസരിച്ചാണ് ഫലം. ഇസ്ലാമിലെ ആരാധനയുടെ മാനങ്ങൾ. ആരാധനയും ധാർമ്മികതയും. ധാർമ്മികതയെ പരിഷ്കരിക്കുന്നതിലും സ്വഭാവത്തെ മെച്ചപ്പെടുത്തുന്നതിലും ഇസ്ലാമിലെ ആരാധനയ്ക്ക് വലിയ പങ്കുണ്ട്. നമസ്കാരം മോശമായ കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും തടയുന്നു. നോമ്പ് ക്ഷമയും ആത്മനിയന്ത്രണവും പഠിപ്പിക്കുന്നു. സകാത്ത് അത്യാഗ്രഹവും വിശുക്കും ഇല്ലാതാക്കുന്നു. ക്ഷമ, സത്യസന്ധത, വിശ്വസ്തത, എളിമ, നല്ല രീതിയിൽ പെരുമാറുക തുടങ്ങിയ ഉത്തമമായ ധാർമ്മിക മൂല്യങ്ങൾ ആരാധന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വളർത്തുന്നു. ആരാധനയും സമൂഹവും. ഇസ്ലാമിലെ ആരാധന വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതിന് പ്രധാനപ്പെട്ട സാമൂഹിക മാനങ്ങളുമുണ്ട്. ജമാഅത്ത് നമസ്കാരം, ജുമുഅ നമസ്കാരം, ഹജ്ജ് തുടങ്ങിയ സാമൂഹിക ആരാധനകൾ മുസ്ലിംകൾക്കിടയിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും അവരുടെ ഐക്യവും സഹകരണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആരാധന നീതി, നല്ല രീതിയിൽ പെരുമാറുക, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും അനീതി, അഴിമതി, ആക്രമണം എന്നിവയെ വിലക്കുകയും ചെയ്യുന്നു. ഇത് സുരക്ഷിതവും സമാധാനവുമുള്ള ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. ആരാധനയും വികസനവും. പ്രവർത്തിക്കാനും ഉൽപ്പാദിപ്പിക്കാനും കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യാനും എന്റെ കഴിവുകളും ശക്തികളും സമൂഹത്തിന്റെ സേവനത്തിനായി ഉപയോഗിക്കാനും ഇസ്ലാമിലെ ആരാധന പ്രോത്സാഹിപ്പിക്കുന്നു. ഭൂമിയിൽ സഞ്ചരിക്കാനും അനുവദനീയമായ ഉപജീവനം തേടാനും ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും കഠിനാധ്വാനം ചെയ്യാനും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനും മുസ്ലിം കൽപ്പിക്കപ്പെടുന്നു. ആരാധന ഇഹലോകവും പരലോകവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇസ്ലാമിൽ സന്യാസം ഇല്ല, മറിച്ച് ഒരു മുസ്ലിം അവൻ എന്നേക്കും ജീവിക്കുന്നതുപോലെ ഇഹലോകത്തിനു വേണ്ടിയും നാളെ മരിക്കുന്നതുപോലെ പരലോകത്തിനു വേണ്ടിയും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. ചുരുക്കത്തിൽ, ഇസ്ലാമിലെ ആരാധന ഇഹലോകത്തും പരലോകത്തും സന്തോഷം കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന സമഗ്രമായ ഒരു ജീവിത രീതിയാണ്.